നമസ്കാരം. കോഴിക്കോട് മഡ് റേസ് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പൊതുജനങ്ങൾക്ക് സൗജന്യ പ്രവേശനമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം അവസാന നിമിഷം അധികൃതർ പിന്മാറിയതായി പരാതി. കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വ്യത്യസ്തമായ ഒരു ബൈക്ക് റേസ് നടക്കുന്നുവെന്നും സിനിമാ താരം സൽമാൻ ഖാനാണ് റേസ് ഉദ്ഘാടനം ചെയ്യുകയെന്നതായിരുന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. നാളെ നടക്കുന്നത് ടിക്കറ്റ് വെച്ചുള്ള പ്രവേശനമാണെങ്കിലും ഇന്ന് സൗജന്യമെന്നായിരുന്നു അധികൃതർ പ്രഖ്യാപിച്ചിരുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രഖ്യാപനം വിശ്വസിച്ച ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ പോലീസ് അനുവാദം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വന്നവരെ അകത്ത് കയറ്റിയില്ല. ഇതോടെ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിന് പുറത്ത് എത്തിച്ചേർന്ന ആളുകൾ ബഹളം വെക്കുകയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് ഗ്രാൻഡ് ഫിനാലയ്ക്കാണ് കോഴിക്കോട് വേദിയാകുന്നത്. ഇന്നും നാളെയും കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ സൽമാൻ ഖാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നു. നാളെയാണ് സൽമാൻ ഖാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ബാൻഡിഡ് ഓഫ് മോട്ടോർ സ്പോർട്സുമായി ചേർന്നാണ് ISRL ലോകത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി അധിഷ്ഠിത സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ക്രോസ്. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പരസ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് ഫ്രീ എൻട്രി ആണ്, ട്രയൽസ് ഫ്രീ എൻട്രി ആണെന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 500-500 അടുത്ത ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, കൊച്ചി, അവിടെ നിന്നൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ 3 മണിക്ക് തൊട്ട് ആളുകൾ ഇവിടെ ഈ ഗേറ്റിന് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇവർ ഇന്ന് പറയുന്നത് എൻട്രി ഇല്ല എന്നാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പോലീസ് പെർമിഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കേണ്ട ഇവരാണ്. ഇവരിപ്പോൾ ഈ ചെയ്തത് മൊത്തത്തിൽ ഒരു തെമ്മാടിത്തരാണ്. കാരണം പല ഭാഗത്തു നിന്ന് രാവിലെ തൊട്ട് ആളുകളെ പുറപ്പെട്ടിട്ട് ഇവർ ഒരു അറിയിപ്പും തരാണ്ട് ഇന്ന് ഉച്ചക്കെങ്ങാനാണ് ഇവർ ഒരു അപ്ഡേറ്റ് കൊടുത്തത്, ഇന്ന് ഫ്രീ എൻട്രി ഇല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ അപ്പത്തേക്ക് ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ മോശമായൊരു പ്രവണതയാണ്. പോലീസുകാർ ചെയ്താലും ഇതിൻ്റെ സംഘാടകർ ചെയ്താലും ആര് ചെയ്താലും അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയും ആൾക്കാർ നിങ്ങൾ കാണുന്നില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിന്നിട്ടുണ്ട്. ഇവരൊക്കെ വളരെ ദൂരെ നിന്ന് വരുന്നതാണ്. ഇനി ഇവിടെ നിന്ന് വരുന്നത് വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. ഒരുപാട് ആളുകൾ പല പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ. ബ്രോ വയനാട്ടിൽ നിന്ന് വന്ന് ഇതറിഞ്ഞിട്ട് വന്നാണോ? അപ്പോൾ ഇത് റൈഡ് ഫ്രീ ആണെന്ന് എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായത്? പറഞ്ഞു. വയനാട്ടിൽ നിന്ന് വേറെ കുറേ ആൾ വന്നിട്ടുണ്ടോ? ആണോ?